ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നാളത്തെ എക്സാമിന് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും റെഡിയാണോ? യെസ്, ഓക്കെ. നിങ്ങൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഏപ്രിൽ 1 മുതൽ കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായി വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതോടൊപ്പം റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. 9746487799. പാരന്റ്സ് ദയവായി നോട്ട് ചെയ്തോളൂ. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് ടീച്ചർ പറയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇത് ഓരോ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പോഴുണ്ട്. കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് മലയാളത്തിന്റെ ഉണ്ട്, ഇംഗ്ലീഷിന്റെ ഉണ്ട്, ഹിന്ദിയുടെ ഉണ്ട്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ ലെറ്റേഴ്സ് പഠിക്കാനുള്ള ക്ലാസ് ഉണ്ട്. ലെറ്റേഴ്സ് പഠിച്ച ശേഷം അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എക്സാം എഴുതുവാനും സ്വന്തമായിട്ട് സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതുപോലെ STD1 പ്രിപ്പറേഷൻ, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKGയിൽ നിന്നും UKGയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. മാത്സിന്റെ ബേസിക് ക്ലാസ്സുകൾ ഉണ്ട്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊന്നും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഈ ബേസിക് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ്, അതായത് 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ്, മലയാളം ഇവ എങ്ങനെ എക്സാം എഴുതണം, നിവേദനം എങ്ങനെ എഴുതണം, കോൺവെർസേഷൻ എങ്ങനെ എഴുതണം, ഇതൊക്കെ ഡൗട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഒത്തിരി ഉണ്ട്. അവർക്കായിട്ട് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒത്തിരി വർക്ക്ഷീറ്റ്സുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നോട്ട് ചെയ്തോളൂ. അതിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് മെസ്സേജ് ചെയ്തോളൂ. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതേപോലെ മറ്റേതൊക്കെ രീതിയിൽ അടുക്കി വയ്ക്കാം. ഇവിടെ കണ്ടോ, 18 എന്നതിനെ 10 ഒരിടത്തും 8 ഒരിടത്തും ആക്കി അടുക്കി വെച്ചു. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര തന്നെയാണ്? 18 തന്നെയാണ്. ഇനി 12, 6 അങ്ങനെയും അടുക്കി വെച്ചു. കൂട്ടുമ്പോൾ എത്രയാ കിട്ടുക? 18 ആണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒരു നമ്പർ നൽകിയ ശേഷം മറ്റേതൊക്കെ രീതിയിൽ അടുക്കി വയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എങ്കിൽ അറിയാവുന്നവർ എന്ത് ചെയ്യുക? അത് ചെയ്യുക. ഇനി ഒട്ടും അറിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള അത്രയും വരകൾ ഇടുക. 18 ആണെങ്കിൽ 18 ലൈൻസ് ഇടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഇപ്പോൾ 18 നടുക്ക് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 18 വരകൾ ഇട്ടു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഇതിനെ 2 ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഇത്രയും ഒരു ഗ്രൂപ്പാക്കുന്നു. ഇത് മുതൽ ഇത്രയും ഒരു ഗ്രൂപ്പാക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ഫസ്റ്റ് ഗ്രൂപ്പിൽ 9. ഇനി സെക്കൻഡ് ഗ്രൂപ്പിൽ എത്രയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. സെക്കൻഡ് ഗ്രൂപ്പിലും 9. അപ്പോൾ നമുക്ക് ഒരു രീതിയിൽ എങ്ങനെ എഴുതാം? 9 + 9. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ടീച്ചർ വീണ്ടും ഇതുവരെ ഗ്രൂപ്പ് ചെയ്യാണ്. ഇതുവരെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇവിടെ നിങ്ങോട്ട് വേറെ. അപ്പൊ ഇതുവരെ എത്രയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
11, 12, 13. എത്രയുണ്ട്? 13. ഈ ലൈൻ്റെ ഇപ്പുറത്ത് എത്രയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5. ഇവിടെ 5. അപ്പോൾ നമുക്കിവിടെ എഴുതാം 13 പ്ലസ് 5 എന്ന് പറയുന്നത് 18 ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? ഇത്രയും ലൈൻസ് ഇടുക, ഇഷ്ടമുള്ള രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. മനസ്സിലായോ? അടുത്ത ടീച്ചർ ഇവിടെ ഗ്രൂപ്പ് ചെയ്യാണ്. ഇതുവരെ വെച്ച് ഗ്രൂപ്പ് ചെയ്യാണ്. ഇതുവരെ. ഓക്കെ, ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇതുവരെ എത്രയുണ്ടെന്ന് നോക്കാം. ഇതുവരെ 17 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതാം 17 പ്ലസ് 1 ഈക്വൽ ടു 18. മനസ്സിലായോ? അപ്പൊ എളുപ്പത്തിൽ കണ്ടെത്താൻ മനസ്സിലായി. നിങ്ങൾക്ക് ഇത് അറിയില്ല, ഒട്ടുമേ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഇവിടെ മിഡിൽ നൽകിയിരിക്കുന്ന അത്രയും നമ്പർ വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യും? കുറേ വരകൾ വരച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വെച്ച് നിങ്ങൾ ഗ്രൂപ്പ് ആക്കുകയാണ്. എന്നാൽ ഇവിടെ എത്രയുണ്ടെന്ന് എഴുതുക, ഇവിടെ എത്രയുണ്ടെന്ന് എഴുതി നോക്കുക. രണ്ടും കൂടി കൂട്ടി എഴുതുന്നതായിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് കഴിയും. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ നടുക്കുള്ള നമ്പർ കിട്ടണം. അടുത്ത ചോദ്യം, അടുത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കലണ്ടർ. കലണ്ടർ നോക്കി ദിവസങ്ങൾ പറയൂ. എങ്ങനെ നമുക്ക് ദിവസങ്ങൾ പറയാം? ഇപ്പോൾ ജാനുവരി എന്നത് മന്ത് ആണ്. ജാനുവരി 1 എന്നാണ്. ജാനുവരി 1. അപ്പോൾ ഈ 1 എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് ഈ 1ന്റെ മുകളിലേക്ക് പോയി നോക്കുക. 1ന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഏത് ദിവസം ആണ് എന്നുള്ളത്. അപ്പോൾ ജാനുവരി 1 ഏത് ദിവസമാണ്? ബുധൻ, വെനസ്ഡേ. ജാനുവരി 10 ഏത് ദിവസമാണ്? 10 എവിടെയാണെന്ന് കണ്ടെത്തുക. ഇതാണ് 10. 10ന് മുകളിലേക്ക് പോവുക. അവിടെ എഴുതിയിട്ടുണ്ട് ജാനുവരി 10 ഏത് ദിവസമാണ്. ഏതാണ്? ഫ്രൈഡേ, വെള്ളി. ജാനുവരി 20 ഏത് ദിവസമാണ്? 20 കണ്ടെത്തുക. 20യുടെ മുകളിലേക്ക് പോയി നോക്കുക. ജാനുവരി 20 ഏത് ദിവസമാണെന്ന് കിട്ടും. ഏതാണ്? മൺഡേ, തിങ്കൾ. ജാനുവരി 30 ഏത് ദിവസമാണ്? ജാനുവരി 30 വരയ്ക്കുക. 30യിൽ നിന്ന് മുകളിലേക്ക് പോയി നോക്കുക. ജാനുവരി 30 ഏത് ദിവസമാണ്? തേഴ്സ്ഡേ, വ്യാഴം. അപ്പോൾ കലണ്ടറിൽ നിന്നും ദിവസം കണ്ടുപിടിക്കാനായിട്ട് അറിയാലോ, ദിവസം കണ്ടെത്താനായിട്ട് എല്ലാവർക്കും അറിയാലോ. കലണ്ടർ നൽകിയിട്ടുണ്ടാവും. കലണ്ടറിൽ ഏതെങ്കിലും ഒരു ദിവസം പറയും. ആ ദിവസം ഏതാണ് എന്നറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? മുകളിലേക്ക് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ തിങ്കൾ വരുന്ന ദിവസങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ബുധൻ വരുന്ന ദിവസങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ക്ലിയർ ആയോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആരും തെറ്റിക്കാതെ ചെയ്യണം കേട്ടോ. ഇനി ഇത് ജലമാണ്. ഈ ജലം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ജലം കിട്ടുക? കിണറിൽ നിന്ന് കിട്ടും, പൈപ്പിൽ നിന്ന് കിട്ടും, കടലിൽ നിന്ന് കിട്ടും, പുഴയിൽ നിന്ന് കിട്ടും, കുളത്തിൽ നിന്ന് കിട്ടും. ഇവിടെ നിന്നൊക്കെ ജലം കിട്ടും അല്ലേ? പൈപ്പിൽ നിന്ന് കിട്ടും. ഈ ജലം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കുടിക്കാൻ, കുളിക്കാൻ, അതിനൊക്കെ നമ്മൾ തുണി അലക്കാൻ, പാത്രം കഴുകാൻ, കൃഷി ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇതൊരു പുഴയാണ്. ഈ പുഴയിൽ എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഒന്ന് നോക്കിയേ. ഈ പുഴയിൽ വെള്ളം എന്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു? മീൻ പിടിക്കാൻ. ഒന്നാമത്തേത് എന്താണ്? മീൻ പിടിക്കാൻ. ഇനി വഞ്ചി, തോണിയിൽ യാത്ര ചെയ്യാൻ, തുണി അലക്കാൻ, നീന്താൻ, കന്നുകാലികളെ കുളിപ്പിക്കാൻ, മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ. അപ്പോൾ പുഴയിലെ വെള്ളം എന്തിനൊക്കെ ഉപയോഗപ്പെടുന്നു? മീൻ പിടിക്കാൻ. ഇനി ഈ പുഴയിലെ ജീവജാലങ്ങൾക്ക് താമസിക്കാൻ, വഞ്ചിയിൽ തുഴയാൻ, തുണി അലക്കാൻ, നീന്താൻ, കന്നുകാലികളെ കുളിപ്പിക്കാൻ, മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ, ഇതിനൊക്കെ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നു. അപ്പോൾ വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ. വെള്ളം എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് മനസ്സിലായല്ലോ. കടലിലുണ്ട്, കിണറിലുണ്ട്, പൈപ്പിലുണ്ട്, കായലിലുണ്ട്, പുഴയിലുണ്ട്, കുളത്തിലുണ്ട്, അരുവിയിലുണ്ട്, നദിയിലുണ്ട്. ഇവിടെയെല്ലാം വെള്ളം കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ജലം എവിടെയെല്ലാം? കിണർ, പുഴ, കടൽ, നദി, ഇവിടെയെല്ലാം പുഴയുണ്ട്, വെള്ളമുണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. Okay children, bye bye. Thank you.